നമസ്കാരം. നവീൻ ബാബുവിന്റെ കണ്ണൂർ എടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ അന്വേഷിക്കാൻ CBI വരുമോ? വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ നാളത്തെ വിധി സുപ്രധാനമായി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണമുണ്ട്. നമുക്കറിയാം, ഒക്ടോബർ 14-നാണ് നവീൻ ബാബു കൊല്ലപ്പെടുന്നത്. 14 രാത്രി അല്ലെങ്കിൽ 15 പുലർച്ചെ. നവീൻ ബാബുവിനെ ആക്ഷേപിക്കാനായി തെരഞ്ഞെടുത്ത ദിവസം 14. അദ്ദേഹം അവിടുന്ന് യാത്ര പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു യാത്രയപ്പ് ചടങ്ങ്, അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ഒരു യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിക്കുന്നു. കളക്ടറൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്നു. അതിലേക്ക് വലിഞ്ഞു കയറി വന്ന് PP ദിവ്യ ആക്ഷേപ വർഷം ചൊരിയുന്നു. ആ ആക്ഷേപ വർഷം ഷൂട്ട് ചെയ്യാനായിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു വീഡിയോഗ്രാഫറെ ഏർപ്പെടുത്തുന്നു. ആ വീഡിയോ മാത്രം എടുത്തുകൊണ്ട് അത് മുഴുവൻ എല്ലായിടങ്ങളിലേക്കും അയച്ചു കൊടുക്കുന്നു. ആക്ഷേപം ചൊരിയുന്നു, പോരുന്നു. പിറ്റേന്ന് നമ്മൾ കേൾക്കുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോയില്ല, പകരം കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ തന്നെ ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. അതായത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയത്, ഈ PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആ സംസാരത്തിൽ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ്. ഒരുപക്ഷെ അവിടെ കൊണ്ട് തീരും എന്നവർ കരുതിയിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് മറ്റു പല കാര്യങ്ങളും പുറത്തു വന്നു. അതൊരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്ക് വന്നു. അതിനുള്ള സാഹചര്യ തെളിവുകളും മറ്റും പിന്നീട് വന്നപ്പോൾ സ്വാഭാവികമായും അതൊരു അന്വേഷണം വേണം, അതിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു വെക്കണം എന്ന് ഭാര്യ മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ പോയത് പിന്നീട് നമ്മൾ കണ്ടു. തുടക്കത്തിൽ CPM നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, പത്തനംതിട്ടയിലെ ആ ഒരു ഭാഗം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും, നവീൻ ബാബുവിന്റെ ആ ശരീരം കത്തിക്കരിഞ്ഞ ശേഷം നിലപാട് മാറുന്നത് നമ്മൾ കേരളത്തിൽ മുഴുവൻ ആൾക്കാരും കണ്ടതാണ്. അതുകൊണ്ടായിരിക്കണം അവർക്കൊരു സംശയം തോന്നിയത്. ഇതിനിടയിൽ പലരും നവീൻ ബാബുവിന്റെ മരണത്തിൽ അസ്വാഭാവികത പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇൻക്വസ്റ്റ് നടപടികൾ വേണ്ടവിധം നടന്നില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നോ എന്ന് തന്നെ സംശയമാകുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോണത്. ശരീരത്തിലെ അവയവങ്ങളുടെ, ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന നടന്നിട്ടില്ല, മറ്റ് യാതൊരു പരിശോധനകളും നടന്നിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ശരിക്കും നടന്നിട്ടില്ല, അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്ക് വരുന്നു. അതിനൊരു കാരണം കൂടി എന്ന് സംശയിച്ചിരുന്നത്, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ADMന്റെ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ നടത്തില്ല എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയതാണ് പിന്നെ നമ്മൾ കാണുന്നത്. മറ്റേ കോഴിക്കോടോ മറ്റെവിടെയെങ്കിലും നടത്തണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എന്നും, കുടുംബം എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും എല്ലാം കഴിഞ്ഞിരുന്നു എന്നും, അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ഉണ്ടാക്കി എന്നും ഇവിടെ പല സംശയങ്ങളും പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ കോടതിയിലേക്ക് പോകുന്നത്. പിന്നെ നവീൻ ബാബുവിന്റെ ഫോണ്, അതുപോലെ ആരോപണ വിധേയനായിട്ടുള്ള നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന പ്രശാന്തന്റെ ഫോണ്, അതുപോലെ ആദ്യമൊക്കെ കളക്ടർ നവീൻ ബാബുവിന്റെ സൈഡാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, കുടുംബത്തോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, ഈ നവീൻ ബാബു കളക്ടറുടെ മുന്നിൽ ചെന്ന് ഒരു കുമ്പസാരം നടത്തി എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള കളക്ടറുടെ, അതുപോലെ PP ദിവ്യയുടെ ഒക്കെ ടെലിഫോൺ സന്ദേശങ്ങളും അത് സംബന്ധിച്ചുള്ള മറ്റ് രേഖകളും എല്ലാം എടുത്തു സൂക്ഷിക്കണമെന്നും, അതുമാത്രമല്ല നവീൻ ബാബു സഞ്ചരിച്ചു എന്ന് പറയുന്ന മേഖലകളിലുള്ള CCTV ദൃശ്യങ്ങളും മറ്റുമെല്ലാം എടുത്ത് സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ വിധവ മഞ്ജുഷ കോടതിയിൽ പോകുന്നതും നമ്മൾ കണ്ടു. എന്നാൽ പിന്നീട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വളരെ വിചിത്രമായ ഒരു വർത്തമാനവും നമ്മൾ കേട്ടു. അതായത് നവീൻ ബാബു താമസിച്ചിരുന്ന ആ ക്വാർട്ടേഴ്സിന്റെയും പരിസര പ്രദേശങ്ങളിലെയും, മരണം നടന്ന ആ സ്ഥലത്തിന്റെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ കിട്ടി എന്നാണ് പറഞ്ഞത്. ആ പ്രദേശത്ത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവിടെയല്ലേ കൃത്യം നടന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നത്. സ്വാഭാവികമായും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 12-ന് വളരെ വിശദമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജ് കൗസർ അടപ്പകത്ത് ഇതിന്റെ വാദഗതികൾ മുഴുവൻ കേട്ടിരുന്നു. ആ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് എതിർ സത്യവാങ്മൂലം സർക്കാരിന്റെ അഭിഭാഷകർ അവിടെ ഹാജരാക്കിയിരുന്നു. ഇത് അന്വേഷണം CBI ആവശ്യമില്ല, ഞങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാം അന്വേഷിക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊലപാതകത്തിന്റെ കാര്യം എല്ലാം നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുർബലമായ ചില വാദഗതികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് 28 പേജുള്ള ഒരു ആർഗ്യുമെന്റ് നോട്ട് മഞ്ജുഷയുടെ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് റൌഫ് കൊടുത്തിരുന്നു, വിശദമായി കൊടുത്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അക്കമിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിനും സർക്കാർ ഭാഗത്തു നിന്നുള്ള വക്കീലിന് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ വാദഗതികൾ പൂർത്തിയായി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ 12-ാം തീയതി.
എന്നാൽ അതിനുശേഷം വിധി തയ്യാറാക്കണം, വളരെ സൂക്ഷ്മം പരിശോധിച്ച് മനസ്സിലാക്കണം. പിന്നെ ക്രിസ്മസ് അവധി വന്നു. സ്വാഭാവികമായും അതൊക്കെ കഴിഞ്ഞ് 6-ാം തീയതി നാളെ കോടതി തുറക്കുമ്പോൾ വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ വിധി മഞ്ജുഷയ്ക്ക് അനുകൂലമായിരിക്കും. അഥവാ നവീൻ ബാബുവിന്റെ മരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു എന്നുള്ളത് നിലവിലുള്ള അന്വേഷണം മതിയാവുകയില്ല എന്ന് മാത്രമല്ല, അതിന് CBI അന്വേഷണത്തിന് വരണം എന്ന നിലയിലേക്ക് തന്നെ കോടതി എത്തും എന്ന് തന്നെയാണ് കേരളം കരുതുന്നത്. കാരണം നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും അതിന്റെ രേഖകളും റെക്കോർഡും ഒന്നും പൂർണ്ണമല്ല എന്നതുകൊണ്ട് തന്നെ അവർ ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്തോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിലേക്ക് പോവുകയാണ്. മാത്രമല്ല, നവീൻ ബാബു ഏതൊക്കെ വഴി പോയിട്ടുണ്ടോ അവിടെ നിന്നും ഉള്ള ദൃശ്യങ്ങളോ മറ്റോ ഒന്നും ലഭ്യമല്ല എന്ന് പോലീസ് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണം നിലവിലുള്ള തെളിവുകൾ വെച്ച് എന്താണ് വാസ്തവം എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ CBI ഏൽപ്പിക്കും എന്ന് തന്നെയാണ് കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സർക്കാരിന്റെ വക്കീൽ ഈ അന്വേഷണം നേരെ നടക്കുന്നുണ്ട് എന്നൊക്കെ ദുർബലമായ വാദം ഉന്നയിച്ചപ്പോൾ മഞ്ജുഷയുടെ അഡ്വക്കേറ്റ് റൌൾഫ് സമർപ്പിക്കുന്ന എല്ലാ രേഖകളും ശാസ്ത്രീയമായിരുന്നു. ഇഞ്ച് ടു ഇഞ്ച് ശാസ്ത്രീയമായി രേഖകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിധി അനുകൂലമായി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കേരളത്തിലെ സാധാരണക്കാരായ നീതി നടപ്പിലാകണമെന്ന ജനങ്ങൾ ഒരു വിഭാഗം, ആ വിഭാഗം നവീൻ ബാബുവിന്റെ മരണം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുമെന്നും സത്യം പുറത്തു കൊണ്ടുവരും എന്നും തന്നെ പ്രതീക്ഷിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.